ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. നിരന്തരം സമരം ചെയ്തിട്ടും അധികാരികൾ വേണ്ട തരത്തിൽ ഇടപെടുന്നില്ല. അത്തരം മനുഷ്യർക്കായി ഞാനുണ്ടിവിടെ ചോദിക്കാൻ. നമ്മുടെ സർക്കാർ ആശുപത്രികളൊക്കെ ആധുനികവൽക്കരിക്കുന്നതിന്റെ തിരക്കിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട്, ആധുനിക ചികിത്സാ രീതികൾ വരുന്നുണ്ട്. പലതും ഒരുപാട് വിജയം കാണുകയും ചെയ്യുന്നു. സാധാരണക്കാർക്ക് ആശ്രയമാകുന്ന കേന്ദ്രങ്ങളായി സർക്കാർ ആശുപത്രികൾ കാലക്രമേണ മാറിക്കൊണ്ടിരിക്കുകയുമാണ്. അവിടെയാണ് വികസനത്തിൽ കീപ്പോട്ട് പോകുന്ന, താഴോട്ട് പോകുന്ന ഒരു ആശുപത്രിയുടെ ചരിത്രവുമായി നമ്മൾ സംസാരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കുറിച്ചിയിൽ, ഈ കുറിച്ചി CHCയിലാണ്, സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഉള്ളത്. പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ ആശുപത്രി. ഇവിടെ കാലങ്ങളായി ഒരുപാട് ചരിത്രമുള്ള ആശുപത്രിയാണ്, കാലങ്ങളായി കിടത്തി ചികിത്സ ഉണ്ടായിരുന്ന ആശുപത്രിയാണ്. പക്ഷേ കോവിഡ് കാലത്തിന് ശേഷം ഇവിടെ കിടത്തി ചികിത്സ നിർത്തിയിരിക്കുകയാണ്. ഈ നാട്ടുകാരുടെ വലിയ ആശ്രയമാണ് ഈ ആശുപത്രി. ആ ആശുപത്രിയിൽ കിടത്തി ചികിത്സ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരുപറ്റം മനുഷ്യർ ഏറെക്കാലമായി ഇവിടെ സമരത്തിലുമാണ്. സമരം എന്നതിനപ്പുറം ഇവരുടെയൊക്കെ ജീവൽ സംബന്ധിയായ പ്രശ്നം കൂടിയാണ് ഈ ആശുപത്രിയിലെ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എന്നുള്ളതാണ്. നമുക്ക് അവരോട് സംസാരിക്കാം, എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇത്ര വലിയൊരു ആവശ്യം ഉന്നയിക്കുന്നത്? ഇത് ഈ ആശുപത്രി 1945 രാജഭരണകാലത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു ആശുപത്രിയായിരുന്നു. അത് ഈ ഒരു ഗ്രാമപഞ്ചായത്ത്, കുറിച്ചി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇതിന് സമീപ ഗ്രാമപഞ്ചായത്തുകൾ, അതായത് നീലംപേരൂര്, വാഴപ്പള്ളി, നാട്ടകം, പനച്ചിക്കാട് അടക്കമുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് എല്ലാവരും ഇവിടെ വന്ന് ചികിത്സ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതായത് 50,000-ലധികം മേളിലുള്ള ജനസംഖ്യപ്പെട്ട ആളുകളുടെ ഏക ആശ്രയ കേന്ദ്രമായിരുന്നു ഇത്. കുട്ടനാട് പ്രദേശത്തുള്ളവർക്ക് അവർക്ക് പെട്ടെന്ന് വന്നെത്താൻ പറ്റുന്ന ഒരു ഏറ്റവും അടുത്ത സൗകര്യമുള്ള ഒരു ആശുപത്രി കൂടിയായിരുന്നു. ഇവിടെ ഒരു സുപ്രഭാതത്തിൽ ഈ കോവിഡ് കാലം വന്നപ്പോഴത്തേക്ക് ഈ ആശുപത്രിയിലെ കിടത്തി ചികിത്സ അവരങ്ങ് നിർത്തി. ഇത് തുടക്കം മുതൽ 45 മുതലേ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നതായിരുന്നു. അതിനുശേഷം അത് നിർത്തിയതിന് ശേഷം ഇത് ആരും അറിയാതെ തന്നെ ഒരു സുപ്രഭാതത്തിൽ ഇതിൻ്റെ കെട്ടിടങ്ങൾ അങ്ങ് ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. അവർ പറയുന്നത് ജീർണാവസ്ഥയിലായിരുന്നു, പക്ഷേ അതിൻ്റെ ജീർണാവസ്ഥ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു കെട്ടിടമായിരുന്നു. ആ കെട്ടിടം 2-3 കെട്ടിടമായിരുന്നു. അവിടെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം വാർഡുണ്ടായിരുന്നു, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി പ്രത്യേകം വാർഡുകളുണ്ടായിരുന്നു. ആ വാർഡുകളെല്ലാം ഇടിച്ചു പൊളിച്ച് നിരത്തി. ഇപ്പോൾ പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന് വിട്ടുകിട്ടിയ ഒരു സ്ഥാപനമാണ്, അവരുടെ അധികാര പരിധിയിലുള്ള ഒരു സ്ഥാപനം കൂടാണ്. കുറിച്ചി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇത് ഇപ്പോൾ ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ഇതിനെതിരായിട്ടാണ് ഞങ്ങൾ ജനകീയ ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരം നടത്തുകയൊക്കെ ചെയ്തു. നേരത്തെ ഇത് കോവിഡ് കാലഘട്ടം വന്നപ്പോഴത്തേക്ക് കിടത്തി ചികിത്സ നിർത്തിയതിനോടൊപ്പം തന്നെ ഇവർ ഉച്ചവരെ, ഉച്ചയ്ക്ക് ഒരു 12 മണിയോടുകൂടി ഇവിടെ ഒ പി പ്രവർത്തി ഉള്ളായിരുന്നു. OP 12 മണിയാകുമ്പോൾ നിർത്തും. അത് കഴിഞ്ഞ് എന്ത് അസുഖം വന്നാലും ഇവർ എല്ലാവരും അടച്ചിട്ട് അങ്ങ് പോകാം. ഇപ്പോൾ ഏകദേശം 32 ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമരം ഞങ്ങൾ തുടങ്ങിയ പിന്നെയാണ് അതിനുശേഷം ഇതിൻ്റെ OP സമയം കൂട്ടി, അത് 3 മണി വരെ ആക്കി. പിന്നീട് അത് ഞങ്ങൾ വീണ്ടും സമരം നടത്തുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കാണ് മന്ത്രി ഇവിടെ വരികയും ഇവിടെ അത് 6 മണി വരെ സമയം ആയിട്ട് OP സമയം മാറ്റിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ കോവിഡ് സമയത്ത് ഈ കെട്ടിടം പൊളിച്ച് കളഞ്ഞതിനോടൊപ്പം തന്നെ ഒരു ഐസൊലേഷൻ വാർഡ് ഇവിടെ പണിയുന്നുണ്ട്. ഒന്നാമത് ഇത് 76 സെൻറ്റ് സ്ഥലമുള്ള ഒരു ഐസൊലേഷൻ വാർഡ്, ഒരു സാംക്രമിക രോഗ ചികിത്സയ്ക്ക് വേണ്ടി പറ്റിയുള്ള ഒരു വാർഡ് പണിയേണ്ട ഒരു സൗകര്യം ഇവിടെ ഇല്ല. എങ്കിൽ പോലും അവരിവിടെ ഈ ഐസൊലേഷൻ വാർഡ് പണിയുക, അതിനൊന്നും ഞങ്ങൾ എതിരല്ല. ഐസൊലേഷൻ വാർഡ് വന്നാലും കുഴപ്പമൊന്നുമില്ല, അവിടെ കിടത്തി ചികിത്സ ലഭ്യമാക്കണമെന്നേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ആ ഐസൊലേഷൻ വാർഡ് പോലും ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് രീതിയിലാണ് ഐസൊലേഷൻ വാർഡ് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ കുറച്ച് സൗകര്യം, സ്ഥലപരിമിതിയുള്ള സ്ഥലത്ത് അങ്ങനൊരു നിർമ്മാണ രീതി കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു കെട്ടിടമോ ഭാവിയിൽ അതിൻ്റെ വികസനവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതായത് ഈ 76 സെൻറ്റ് സ്ഥലമുള്ളൂ അതിനകത്ത് ഇവർ തന്നെ, ഈ അധികൃതർ തന്നെ പറയുന്നത് ഐസൊലേഷൻ വാർഡ് വന്നു കഴിഞ്ഞാൽ ഐസൊലേഷൻ വാർഡിൻ്റെ സമീപ പ്രദേശങ്ങളൊന്നും മറ്റുള്ള കെട്ടിടങ്ങളൊന്നും പണിയാൻ പാടില്ല, അതിൻ്റെ മുകളിലേക്ക് പണിയാൻ പറ്റത്തില്ല. കാരണം ഈ സാംക്രമിക വൈറസുകളെ ബാധിക്കും എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉണ്ടായിരുന്ന സ്ഥലം ഇത് വാർഡ് പൊളിച്ച് കളഞ്ഞ സ്ഥിതിക്ക് അവിടെ പുതിയ കെട്ടിടം പണിയാനുള്ള സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അത് തന്നെയല്ല, ഇത് MC റോഡാണ്, ഇപ്പോൾ ഇത് നാഷണൽ ഹൈവേ ആക്കി ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇത്ര മീറ്റർ ചുറ്റളവിൽ വിട്ട് ഇത് പുതിയ കെട്ടിടം പണിയാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കെട്ടിടങ്ങളുടെ ഭാവിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഇത് സാരമായി ബാധിക്കുകയും ചെയ്യും. ഈ ആശുപത്രിക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്
ഇത് MC റോഡ്, ഇപ്പോൾ MC റോഡാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ഒരു പ്രദേശം. ബാക്ക് സ്പോട്ടായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുക. അതായത് തുരുത്തി മുതൽ ചിങ്ങവനം വരെയുള്ള ഇവിടെ ദിവസം ഒരു മാസത്തിൽ ഏകദേശം ഒരു 3-4 അപകടം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അപകടത്തിൽപ്പെട്ട് വരുന്നവരെ ഒരു പെട്ടെന്നൊരു ആശ്രയം കൂടിയായിരുന്നു ഈ ആശുപത്രി. വരാം നമുക്ക് അതിലേക്ക്. ചേട്ടാ, നിങ്ങളൊക്കെ ഈ ആശുപത്രിയിൽ വന്നു പോയിക്കൊണ്ടിരുന്നവരാ അല്ലേ? നിങ്ങളെയൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇത് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് ഈ ആശുപത്രി ഏകദേശം 73 വർഷത്തോളം കഴിഞ്ഞൊരു ആശുപത്രിയാണ്. ഇവിടുത്തെ ഞങ്ങളുടെ ഈ പ്രദേശത്തെ പ്രത്യേകിച്ചും ഈ കോളനി ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അന്നത്തെ ദിവാനായിരുന്ന CP സ്വാമി രാമസ്വാമി അയ്യരുടെ കാലത്ത് പണിത ഒരു ആശുപത്രി ഇത്. കാരണം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത്, ഞങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എന്നെ പ്രസവിച്ചിട്ട് ഇവിടെ അല്ല, പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ള നമ്മുടെ പെങ്ങളുടെ മക്കളെയും മറ്റുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ഈ പ്രദേശത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയുള്ള ആശുപത്രിയായിരുന്നു കാരണം ഇവിടുത്തെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തുരുത്തി, കുറിച്ചി ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ ഒരു ജീവവായുവായിരുന്നു ഈ ആശുപത്രി. പക്ഷെ പെട്ടെന്നൊരു സന്ദർഭത്തിൽ ഈ ആശുപത്രി നിർത്തലാക്കിയത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു 3-4 വർഷമെങ്കിലായില്ലേ? 4 വർഷത്തോളമായി. പക്ഷേ ഈ ആശുപത്രി ഇതിങ്ങനെ പൊളിച്ചു, അപ്പോൾ പുതിയതായിട്ട് പണിയും എന്നുള്ളൊരു ആശങ്ക അങ്ങനെ ആയിരുന്നു ഇത് കണക്കൂട്ടൽ. ഇത് പുതിയതായിട്ട് പണിത്. പക്ഷേ ഇത് ഞങ്ങളിതിനകത്ത് ഇടപെട്ട് വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ വിവരങ്ങൾ അറിയാൻ പറയുന്നത്. ഇവർ പറയുന്നത് ഒന്ന്, വിവരാവകാശത്തിൽ പറയുന്നത് മറ്റൊന്ന്. അപ്പോൾ അത് ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ 9 മാസത്തോളമായി അല്ലേ പ്രശ്നം 9 മാസത്തോളമായി ഞങ്ങൾ ഈ സമരം നടത്താൻ തുടങ്ങിയിട്ട് ഇതേവരെ ഇവിടുത്തെ അധികൃത ഭാഗത്തു നിന്നും ഒരുവിധ അനുകൂലമായ നടപടി ഉണ്ടായിട്ടുമില്ല. തന്നെയല്ല ഇവിടെ ഭരിക്കുന്ന പഞ്ചായത്തിൽ ഉള്ള മെമ്പേഴ്സോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ഭരണ കക്ഷിയിലിരിക്കുന്ന ആൾക്കാരൊക്കെ പലരും ഉണ്ട്. പക്ഷെ ഒരാൾ പോലും അതിന് പലരും അനുകൂലിക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷമായിട്ട് ആരും വരുന്നില്ല. അപ്പം ഞങ്ങളുടെ ആവശ്യം എന്നാന്ന് ചോദിച്ചാൽ ഈ സമരം വിജയിക്കും വരെ, അതായത് ഏത് ഘട്ടം വരെ പോയാലും, ഇതിപ്പോൾ ഞങ്ങളുടെ 4ാം ഘട്ടം നിരാഹാര സമരമാണ് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത്. ഇതിൻ്റെ ഏത് ഘട്ടം വരെ പോയാലും ഇത് വിജയിക്കും വരെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇത് ഈ പ്രസന്നം പറഞ്ഞ പോലെ തന്നെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളുടെ ജീവവായുവായിരുന്നു ഈ ആശുപത്രി. ഇത് നിർത്തലാക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവിടുത്തെ ഈ അടുത്ത പ്രദേശത്തുള്ള കോളനിയിലെ നിവാസികളെ ഞങ്ങളെ കുറിച്ചുള്ള ആൾക്കാരെല്ലാം പാവപ്പെട്ട ജനങ്ങളാണ്. അപ്പോൾ അവർക്ക് ഒരു വളരെയധികം ബുദ്ധിമുട്ട് അതുകൊണ്ടുണ്ടാകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ വിജയം വരെ ഞങ്ങളുടെ സമരം തുടർന്നുകൊണ്ടിരിക്കും. ശരി, അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സമരത്തിലേക്ക് വരാമെന്ന് തീരുമാനിച്ചത്? ഞങ്ങളുടെ ഈ നാട്ടിലെ എല്ലാവർക്കും ഒരു അഭയകേന്ദ്രം ഈ ആശുപത്രി. എനിക്ക് 64 വയസ്സുണ്ട്. എനിക്ക് 4 കൊച്ചുമക്കളുണ്ട്. ഇവിടെ അടുത്ത സ്കൂളുകളിലൊക്കെ കുഞ്ഞുങ്ങൾ വഴി എന്തെങ്കിലും ഒരു അസ്വസ്ഥത വരികയോ അവർ വീണൊരു മുറിവുണ്ടായാൽ അതൊന്ന് സ്റ്റിച്ചിടാനോ അതിന് വേണ്ടി ഒരു ഇഞ്ചക്ഷൻ എടുക്കാനോ ഞങ്ങൾ ഓടിപ്പാഞ്ഞെത്തുന്ന ഈ ആശുപത്രിയിൽ. അവർ ചില അതിനകത്തുള്ള ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ആശുപത്രി ഇത് പുതുക്കി പണിത് തരാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അവരത് നിർത്തി. കോവിഡിന് ശേഷം ഇപ്പോൾ ഈ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും മേലാഴി വന്നാൽ എനിക്ക് തന്നെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ ഞങ്ങൾ ഓടിയെത്തുന്ന ഒരു ആശുപത്രിയായിരുന്നത്. ഇതവർ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും കൂടാതെ നിർത്തി. അത് ഞങ്ങൾക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് മരിക്കേണ്ടി വന്നാലും ഇത് നേടുന്നിടം വരെ ഞങ്ങൾ സമരം ചെയ്യും. എന്താ പറയാനുള്ളത് ചേച്ചി? എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ട് തന്നെ 36 വർഷമായി. അന്ന് തൊട്ട് ഞാൻ കാണുന്നതാണ് ഈ ആശുപത്രി. എല്ലാ ചികിത്സയ്ക്കും ഇവിടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 3 വാർഡുണ്ടായിരുന്നു. പുരുഷന്മാരുടെ വാർഡ്, സ്ത്രീകളുടെ വാർഡ്, കുട്ടികളുടെ വാർഡ് എന്നിങ്ങനെ ഉണ്ടായിരുന്നു. അതുകൂടാതെ പ്രസവം എടുക്കുന്നുണ്ടായിരുന്നു. പ്രസവമുള്ള സ്ഥലമായിരുന്നു അല്ലേ? പ്രസവം എടുക്കുന്ന സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ അത്യാവശ്യമായിട്ടെങ്കിൽ കൂടുതൽ സീരിയസ് ആയിട്ട് കേസുകൾ വരുമ്പോഴത്തേക്കിന് മെഡിക്കൽ കോളേജ് കോട്ടയമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിന് അവിടെ ചികിത്സ നടത്തി സീരിയസ് ഉള്ളത് മാറി കഴിയുമ്പോഴത്തേക്കിന് ഇവർ പറയും അടുത്തുള്ള ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയിട്ടോ ആയിക്കോ 5 ദിവസം ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടോ അത് അവിടെ പോയി എടുത്താൽ മതി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അടുത്തുള്ള ആശുപത്രി ഇതായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ ഈ കോവിഡിൻ്റെ ഇത് വന്നപ്പോൾ തൊട്ട് അതിനുശേഷം ഇത് പൊളിച്ച് കളഞ്ഞിട്ട് ഇതുവരെ ഒരു തീരുമാനമായില്ല. ഇപ്പോൾ OP ഒരു കെട്ടിടം മാത്രമേ ഇവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. ഈ പ്രസവത്തിന് വരെയുള്ള ഒരു ആശുപത്രി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി ആയിരിക്കും. അതങ്ങ് ഇല്ലാതാവുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഈ സാധാരണ രാഷ്ട്രീയ പാർട്ടികളാണ് പല വിഷയങ്ങളിലും സമരം ചെയ്യാറുള്ളത്. ഇപ്പം നിങ്ങൾ ഈ നാട്ടുകാരാണ്. നാട്ടുകാരെന്നുള്ള നിലയിൽ ഒരു സമരത്തിലേക്ക് എത്താനൊരു നിർബന്ധിതമാകുമായിരുന്നു അല്ലേ? സ്വന്തം ഒരു അനുഭവത്തിൽ നിന്നും അനുഭവങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങളുടെ അടുത്തുള്ള ആശുപത്രി. ഞങ്ങളെല്ലാവരും പാവപ്പെട്ട ആൾക്കാർ തെങ്ങി പറക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് എപ്പോൾ ഒരു ആവശ്യം വന്നാലും ഈ ആശുപത്രിയില്ല. എനിക്കൊരു 48 വർഷത്തെ പരിചയമുണ്ട്. എൻ്റെ 2 മക്കളെ ഞാൻ ഇവിടെ പ്രസവിച്ചത്. പ്രസവം നിർത്തലുണ്ട്, ഓപ്പറേഷൻ ഉണ്ട്. ആദ്യം
പിന്നെ പോസ്റ്റ്മോർട്ടം വരെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇവിടെ 3 വാർഡുണ്ടായിരുന്നു, ആണുങ്ങളുടെയും പെണ്ണുങ്ങളെയും കുട്ടികളുടെയും. നല്ല സൗകര്യത്തിൽ ഭക്ഷണങ്ങളും കൊടുത്ത് നല്ല രീതിയിൽ ചികിത്സിച്ചുകൊണ്ടിരുന്ന ആശുപത്രിയാണ്, ഡോക്ടർമാരും ഉണ്ടായിരുന്നു. പ്രസവം ഇവിടെ എന്ന് പറയുമ്പോൾ അതൊരു എത്ര വർഷം മുൻപാണ്? എൻ്റെ മോനിപ്പോൾ 44 വയസ്സായി. ആ മോനെ പ്രസവിച്ചു, അതിൻ്റെ ഇളയ കുഞ്ഞിനെ പ്രസവിച്ച ഇവിടെയാണ്. അതായത് അത്രയും മുൻപുള്ള കാലത്ത് വരെ പ്രസവമുള്ള ഒരു ആശുപത്രി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഈ സാധാരണ ഒരു കാര്യമാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾക്ക് വലിയ ഞങ്ങൾ ഓടിപ്പെടുത്ത ഒരു ആവശ്യങ്ങൾ വന്നാൽ ഞങ്ങൾ ഈ ആശുപത്രിയിലാണ് വരേണ്ടത്. ഞങ്ങൾക്കിപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകത്ത സാമ്പത്തികം ഒന്നുമില്ല. ഞങ്ങൾ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്ന ഒരാൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജ് വലിയൊരു മറ്റ് ചെലവുകൾ ഉണ്ടെങ്കിലും ഈ തൊട്ടടുത്തുള്ള ഇത്രയും സൗകര്യം എന്നുള്ളതാണ് പ്രധാനം. എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു, ഇങ്ങോട്ടാണ് വരിക പതിവ്. ഇപ്പം ഞങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇന്നാൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് നെഞ്ചിനകത്തൊരു ഇടിപ്പ് പോലെ വന്ന് ECG എടുത്ത് 2 ECG എടുത്ത് കഴിഞ്ഞാൽ പേര് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോകോളാം, ആംബുലൻസിന് വിളിച്ച് പോകോളാം. എൻ്റെ വീട്ടിൽ ആരുമില്ല, ഞാനും എൻ്റെ ഭർത്താവ് പണിയിലായിരിക്കുന്നത്, മക്കളാരുമില്ല അവിടെ. അപ്പം ഞാൻ ഓർത്ത് എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ദൈവത്തെ വിളിച്ച് ഞാൻ വീട്ടിലോട്ട് നടന്നു പോയി. ഞാൻ മെഡിക്കൽ കോളേജിൽ പോയില്ല, അതിനോട് സാമ്പത്തികം ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ പ്രഷറിൻ്റെ ഗുളികയ്ക്ക് വന്നപ്പം ഡോക്ടർ ചോദിച്ചു അങ്ങനെ അപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ട്. പക്ഷേ നമുക്ക് ഈ ആശുപത്രി എത്രയും പെട്ടെന്ന് പണിത് കിട്ടണം, അത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ്. ഞങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം. ഉണ്ടായിരുന്നു ആശുപത്രി പഴയ പോലെ എല്ലാ സൗകര്യങ്ങളും വേണം. ലാഭമോ ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന കിടക്കുകൾ, രോഗികൾ കിടക്കുന്നത്, പ്രസവ വാർഡ്, നിർത്തൽ, എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. ഭക്ഷണങ്ങളുണ്ടായിരുന്നു, 3 നേരം ഭക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സാമ്പത്തികത്തിനും ഞങ്ങൾക്കൊരു സഹായം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഒന്നുമില്ലാത്ത ബുദ്ധിമുട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകാനും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് ഇല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ ആശുപത്രി പണിത് കിട്ടണം. അത് ഞങ്ങളുടെ ഒരു അത്യാവശ്യം. ഞങ്ങൾ ഇനിയും സമരം ചെയ്യും. ഞങ്ങൾ ഈ സമരം ചെയ്യും. ഞങ്ങളുടെ പാർട്ടിക്കാരും ഇതിനായിട്ട് ഇടപെട്ട് ഞങ്ങളുടെ മെമ്പർ പോലും വന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾക്കത് വലിയ വിഷമമുണ്ട്. ഞങ്ങൾ പാർട്ടിയെ മറ്റു ജാതങ്ങൾ ഒരു കാര്യങ്ങളും പറഞ്ഞ് ആശുപത്രി മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ, അല്ലാതെ ഒരുത്തരെയും വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും അതാണ് ഇവർ പറയുന്നത്. ഇവർ ചൂണ്ടിക്കാട്ടുന്നതനുസരിച്ച് പ്രസവം വരെ ഉണ്ടായിരുന്ന ഒരു ആശുപത്രി, അത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു ആശുപത്രിയാണ് വികസനത്തിൽ കീപ്പോട്ട് പോയിരിക്കുന്നത്. ഐസൊലേഷൻ വാർഡ് എന്ന് പറയുമ്പോൾ അതും വികസനത്തിൻ്റെ ഒരു പാതയായി അവർ കാണുന്നില്ല. ഈ ആശുപത്രിയെ വീണ്ടും ചുരുക്കുന്നതിൻ്റെ ഒരു മാർഗമായിട്ടാണ് അവർ കാണുന്നത്. നമുക്ക് ഈ വിഷയത്തിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെത്താം. ഇടവേള. വാർഡിന് അധികാരമുണ്ടെന്നാണ് കേന്ദ്ര വനം മന്ത്രി പറഞ്ഞത്. എന്നാൽ ആ മൃഗത്തെ പിടികൂടാനോ മയക്കുപിടി വെക്കാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ സാധ്യമല്ലെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ബോധ്യപ്പെട്ടാൽ മാത്രമേ വെടിവെച്ചു കൊല്ലാവൂ. വന്യജീവി ആക്രമണങ്ങളിൽ നഷ്ടപരിഹാരം നൽകുന്നത് കേന്ദ്ര സർക്കാർ ആണെന്ന് പറഞ്ഞതും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും AK ശശീന്ദ്രൻ ആരോപിച്ചു. കോൺഗ്രസിനെ അധിക്ഷേപിച്ച് എളമരം കരീം MP. RSSനെ എതിർക്കുന്നതിൽ കോൺഗ്രസിന് ആണും പെണ്ണും കെട്ട മൃദു ഹിന്ദുത്വ നിലപാടെന്ന് എളമരം കരീം. വന്യജീവി നിയമങ്ങൾ മാറ്റിയെഴുതാത്തത് തെമ്മാടിത്തരമെന്ന് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. കർഷകരുടെ മരണ വാറന്റാണ് 72ലെ നിയമം. മന്ത്രിമാരെക്കാൾ ഭേദം കടുവയോടും ആനയോടും സംസാരിക്കുന്നതാണ്. മുഖ്യമന്ത്രി പറയാറുണ്ട് ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു എന്ന്. കർഷകർ നടക്കുന്നത് ആനയ്ക്കും കടുവയ്ക്കും കരടിക്കും ഇടയിലൂടെയാണ്. കേസെന്ന് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ടെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് കൂടുതൽ നിയന്ത്രണങ്ങളും പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തി ഉത്തരവിറങ്ങി. പ്രതിദിനം ഒരു MVIയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം 30ആയി നീചപ്പെടുത്തി. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. ഒരു സർക്കാർ ആശുപത്രിക്ക് വേണ്ടിയുള്ള മനുഷ്യരുടെ പോരാട്ടമാണ് ഈ കുറിച്ചിയിൽ കാണുന്നത്. എല്ലാ സൗകര്യങ്ങളുമുള്ള ആശുപത്രിയെ സർക്കാർ വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ അതിൻ്റെ സൗകര്യങ്ങളെല്ലാം വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മനുഷ്യരുടെയൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്ക് അവരോട് വീണ്ടും സംസാരിക്കാം. ഈ സമരം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പിന്തുണയൊന്നുമില്ല, എല്ലാ മനുഷ്യർക്കും വേണം ഇതല്ലേ? നേരിട്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ സമരത്തിലില്ല. എന്നാൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അണികൾ ഈ സമരത്തോടൊപ്പമുണ്ട്. ഭരണകക്ഷിയുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ സമരത്തെ തള്ളിപ്പറയുകയും മറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടെന്ന നിലയിൽ അവരുടെ വിശദീകരണങ്ങളൊന്നുമില്ല. അവർക്ക് രാഷ്ട്രീയമായ കാരണങ്ങൾ ഉണ്ടാവാം. നമ്മൾ ആ തരത്തിൽ പോലും ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ഒന്നും വിമർശിക്കുന്നില്ല. നേരെ മറിച്ച് വിവിധ സമുദായ സംഘടനകളും മതസംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിൻ്റെ നേതാക്കന്മാരൊക്കെ വ്യക്തിപരമായും ഒക്കെ ഈ സമരത്തിൽ പിന്തുണയ്ക്കുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമരത്തെ എതിർക്കുന്നത്, ഇത് ആവശ്യമില്ല എന്ന് പറയുന്നത് വളരെ അപൂർവം ചില ആളുകൾ, അത്രയും സങ്കുചിതമായ സെക്ടേറിയൻ രാഷ്ട്രീയ ബോധത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നവർ മാത്രമാണ്. അത്രയേറെ ജനപിന്തുണ കഴിഞ്ഞ 9 മാസമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആയിരക്കണക്കിന് ആളുകളാണ് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും നിശ്ചിതമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അണിനിരന്നുകൊണ്ട് നടത്തുന്ന ഒരു സമരമല്ല, മറിച്ച് ഇവിടുത്തെ വീട്ടമ്മമാർ, അമ്മമാർ, അല്ലെങ്കിൽ മുതിർന്ന അച്ഛന്മാർ, എല്ലാ ആളുകളും, അബാലവൃദ്ധ ആളുകൾ സ്വയം മറന്ന് ഇപ്പോൾ ഇവിടെ പലരും പ്രകടിപ്പിച്ചതുപോലെ മരിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമരത്തിൽ വരുന്നത്. അതവർ വെറുതെ പറയുന്നതല്ല എന്ന് ഈ വിഷയങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. കാരണം മരിക്കാൻ പോലും അവർ തയ്യാറാണ്. കാരണം അത്രമേൽ അവരുടെ ജീവിതവുമായി, അവരുടെ എന്ന് പറയേണ്ട, ഞാനടക്കമുള്ള ആളുകൾ, ഞാനിവിടെ ജീവിക്കുന്ന ആൾ തന്നെ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, രാത്രിയും പകലും ഇവിടെ എല്ലാ കാലത്തും എൻ്റെ ഓർമ്മയിൽ ഒരു ഡോക്ടറുണ്ടായിരുന്നു. കിടത്തി ചികിത്സയ്ക്ക് 3 വാർഡുകളുണ്ടായിരുന്നു, 52 ബെഡുകളുണ്ടായിരുന്നു, പ്രസവ വാർഡുണ്ടായിരുന്നു, ഒരു ഘട്ടത്തിൽ മോർച്ചറി വരെ, പോസ്റ്റ്മോർട്ടം വരെ ഇവിടെ നടന്നിരുന്നു. അത്രയും ഭദ്രമായ നിലയിൽ കുറിച്ചിയിലെ ആളുകൾക്ക് ഈ കുറിച്ചിക്ക് പുറത്തേക്ക് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോകേണ്ടതില്ലാത്ത വിധം ഇവിടെ സൗകര്യങ്ങളുണ്ടായിരുന്നു. ഒത്തിരി പരിമിതികളുണ്ടെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് വലിയ വികസനങ്ങൾ നടക്കുന്നുവെന്ന് പറയുന്ന ഈ ഘട്ടത്തിൽ നിലവിലുള്ള സൗകര്യങ്ങൾ ചുരുങ്ങി രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു OP സമയം മാത്രം, വൈകിട്ട് 6 മണി വരെ ആക്കിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വന്നാൽ ഇവിടെ ഒന്നും കിട്ടില്ല, ആരുമില്ല ഇവിടെ, അതാണ് അവസ്ഥ. അപ്പോൾ OP മാത്രമായി ചുരുങ്ങി, ഒരു സാധാരണ ഒരു ഡിസ്പെൻസറി പോലെ മാത്രമായി ഈ ആശുപത്രിയുടെ പ്രവർത്തനം ചുരുങ്ങി എന്നുള്ളതാണ്. ഇവിടെ നല്ല ഉറപ്പുള്ള 70 വർഷം പഴക്കമുണ്ടെങ്കിലും നല്ല ഉറപ്പുള്ള കെട്ടിടങ്ങളുണ്ടായിരുന്നു. അത് പൊളിച്ച് കളഞ്ഞ് അവിടുത്തെ മണ്ണ് വരെ എടുത്ത് കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടിരിക്കുക. നിങ്ങൾ പുറത്ത് നോക്കിയാൽ ഐസൊലേഷൻ വാർഡ് അതിന് ശേഷം വന്നു എന്നുള്ളത് ശരി തന്നെ. എങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ പുതിയൊരു കെട്ടിടം പണിയാനോ ഒന്നുമുള്ളൊരു നടപടിയും. പഴയ സൗകര്യം, ഈ ഐസൊലേഷൻ വാർഡ് വരുമ്പോൾ പഴയ അത്രത്തോളം ബെഡൊക്കെ ഇതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുമോ? അതാണോ നിങ്ങളുടെ ഒരു ഭയം? ഐസൊലേഷൻ വാർഡിൽ 10 ബെഡുകളുള്ള ഐസൊലേഷൻ വാർഡാണെന്ന് പറഞ്ഞത്, അത് കോവിഡ് പോലുള്ള പകർച്ചവ്യാധി വരുന്ന സമയത്ത് അതിൻ്റെ ഉപകരണങ്ങളും ഒക്കെ ചേരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ ഐസൊലേഷൻ വാർഡ് യഥാർത്ഥത്തിൽ ജനറൽ വാർഡിന്, ഒരു സാധാരണ വാർഡിന് പകരമല്ല. 10 അല്ലെങ്കിൽ 10 എന്നുള്ളത് അവർ 20 ആക്കിക്കോട്ടെ. 20 ബെഡ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ നിലവിലുണ്ടായിരുന്ന സ്റ്റാറ്റസിലേക്ക് വരുന്നില്ല. ഇതൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ്. ഇത് പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആയിരുന്നപ്പോഴാണ് ഇവിടെ വാർഡുകൾ ഉണ്ടായിരുന്നത്. ഇത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററായി അപ്ഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഉള്ള സൗകര്യങ്ങളും ഇല്ലാതായിരിക്കുന്നത്. ഈ പ്രതിഭാസം എന്താണെന്ന് നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. ആരും ഒട്ടും ഇത് വിശദീകരിക്കുന്നില്ല. നിയമസഭയിൽ MLA ഇത് ഉന്നയിച്ചിരുന്നു. അതിന് മന്ത്രി MLA ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം പറഞ്ഞത്. MLA ചോദിച്ചത് ഇവിടെ കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു, അത് പുനഃസ്ഥാപിക്കണം. 24 മണിക്കൂർ ഡോക്ടർ ഉണ്ടായിരുന്നു, അത് പുനഃസ്ഥാപിക്കണം. അതില്ലാത്തതുകൊണ്ട് നാട്ടുകാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, മന്ത്രി വീണ ജോർജ് മറുപടി പറഞ്ഞത്, അവിടെ കിടത്തി ചികിത്സ ആവശ്യമായി വരുന്ന ആളുകളെ ചങ്ങനാശ്ശേരിയിലേക്കും കോട്ടയത്തേക്കും റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പോരാന്ന് പറഞ്ഞാണ് സമരം നടക്കുന്നത്. MLA ഉന്നയിച്ചതും അത് തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സൗകര്യമാണ്, പുതിയതൊന്നും സൗകര്യം. ഒരു പുതിയ ആവശ്യം പോലും നമ്മൾ ഉന്നയിക്കുന്നില്ല, ഒരു ആവശ്യം പോലും. എന്തായാലും ആണ് ചേച്ചി, നിങ്ങളൊക്കെ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് വരാറുണ്ടോ? ഇവിടെ വരുമ്പോൾ ഉള്ള ഇപ്പോഴത്തെ പരിമിതികളൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്ന സാഹചര്യത്തിലൊക്കെ ഇവിടെ നല്ല ചികിത്സയും കിടത്തി, പീഡിയാട്രീഷ്യനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? കുട്ടികളുടെ പീഡിയാട്രീഷ്യൻ എല്ലാം ഉണ്ടായിരുന്നു, കുട്ടികളുടെ വാർഡ് എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുൻപ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നതാണ്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ പഴയ നിലയിലേക്ക് ഇത് കൊണ്ടുവരിക. പിന്നെ ഞങ്ങൾ വലിയ സമ്പന്നരൊന്നുമല്ല, ഞങ്ങൾക്ക് ദൂരെ പ്രൈവറ്റ് ആശുപത്രി, ഓടി വന്ന് പ്രൈവറ്റ് ആശുപത്രി ഒന്നും പോകാൻ പറ്റില്ല. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു എല്ലാ സൗകര്യമുള്ള ഒരു ആശുപത്രിയായിരുന്നു, എല്ലാം ഉള്ള ഒരു ആശുപത്രിയായിരുന്നു. അതാണ് ഈ സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇത് പഴയ സ്ഥിതിയിലേക്ക് തന്നെ കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പം ആവശ്യമായിട്ട് വന്നത്. ചേച്ചി എന്താണ് പറയാനുള്ളത്? ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും നാൾ 9 മാസമായി സമരം തുടങ്ങിയിട്ട്, തീർച്ചയായിട്ടും ഇവിടെ മുഴുവൻ ആളുകളും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ആശുപത്രി വേണം. എല്ലാം മുൻപുണ്ടായിരുന്നത് എന്താണോ നിലവിലുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളോടുകൂടി ആശുപത്രി വേണം. ഇവിടെ സാധാരണക്കാർ ഏറ്റവും പാവപ്പെട്ട ആളുകളാണ്, 10-25 കോളനികളിൽ താമസിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അന്നന്നാടം കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട്, കൂലിപ്പണി കൊണ്ട് ജീവിക്കാൻ പോലും മാർഗ്ഗമില്ല. അപ്പോൾ മാരകമായ അസുഖങ്ങൾ വന്നാൽ ചികിത്സിക്കാൻ പ്രൈവറ്റ് ആശുപത്രിയെ ആശ്രയിക്കാനായിട്ട് മാർഗ്ഗമില്ല. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഈ ആശുപത്രി വേണം. അതുമാത്രമല്ല, ഈ അമ്മമാർ പറഞ്ഞതുപോലെ തന്നെ ഏതറ്റം വരെയും ഈ ആശുപത്രി നമ്മൾക്ക് സ്ഥാപിച്ച് കിട്ടുന്നത് വരെ മരണം സംഭവിച്ചാൽ പോലും ആ രീതിയിലുള്ളൊരു സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന സമരം എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകളും ആ രീതിയിൽ ആ സമരത്തിൻ്റെ സമയത്ത് വരേണ്ടായിരുന്നു. മുഴുവൻ ആളുകളും, കുറിച്ചിൽ ഏകദേശം മുഴുവൻ ആളുകളും പങ്കെടുത്ത് നിരാഹാരം കിടന്നു. ഇപ്പോൾ 3 ദിവസം അടുപ്പിച്ച് നിരാഹാരം കിടന്ന്, എന്ന് വെച്ചാൽ 3 ദിവസം പട്ടിണി കിടന്ന് പണി ഒഴിവാക്കിക്കൊണ്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. അപ്പം അതൊഴിവാക്കി 3 ദിവസം നിരാഹാരം കിടന്ന് സമരം ചെയ്യുന്ന അത്രയും ആളുകൾ അത്ര ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആശുപത്രി വേണമെന്നുള്ളൂ. നമ്മൾ വേറെ ഡിമാൻഡൊന്നുമല്ല പറയുന്നത്, നമ്മൾക്ക് മനുഷ്യരായിട്ട് ജീവിക്കാൻ കഴിയണം. പുഴുക്കളെ പോലെ നരച്ച് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹമാണ് ജനങ്ങൾ പറയുന്നത്. ചേട്ടാ, എന്താണ് കുറേ വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും അല്ലേ? കുറേ വർഷങ്ങളായി, ഇപ്പോൾ 4 വർഷമായി ഇത് പൊളിച്ചിട്ട്.
ഞാനിടയ്ക്ക് ഈ 4 വർഷം മുമ്പേ വരുമ്പോൾ ഈ ഹോസ്പിറ്റലുണ്ട്, അതുപോലെ പഴയവിലുണ്ട്. പിന്നെ വരുമ്പോൾ മണ്ണ് മാത്രമേ കാണുന്നു, മണ്ണും കാണുന്നില്ല. ഇത് എവിടെ പോയി നമുക്കറിയത്തില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഈ കുറിച്ചി പഞ്ചായത്ത്, നാടകം പഞ്ചായത്ത്, ഈ വാഴപ്പള്ളി പഞ്ചായത്ത് എല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് ഈ ഹോസ്പിറ്റലിൽ. എല്ലാവരും ഇവിടെ പങ്കുകൊള്ളുന്നതാണ്. ഇവിടെ നമ്മൾ മരുന്നിന് അടുത്ത് നടക്കുന്നതാണ്. ഞങ്ങളിവിടെ മരുന്ന് കിട്ടത്തില്ല, മരുന്നില്ല. കാര്യം അവിടെ ഡോക്ടറില്ല, നേഴ്സുമാരില്ല, ഇങ്ങനെയൊക്കെ പറയും. നമുക്കൊന്നും അറിയത്തില്ല എന്താ സംഭവം എന്ന്. ഈ നാട്ടുകാർ മുഴുവൻ 3 ഉള്ള നാട്ടുകാരും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന മരുന്നിന്. ഇപ്പോൾ 4 വർഷമായിട്ടുള്ള പൊളിച്ചു കളഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം പുതിയതായിട്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഞാൻ പഴയ പോലെ കിട്ടിയാൽ മതി. പഴയത് പോഷകം ഉണ്ടായിരുന്നു, പ്രസവ വാർഡ് ഉണ്ടായിരുന്നു, കുട്ടികളുടെ വാർഡ് ഉണ്ടായിരുന്നു, പുരുഷന്മാർ വാർഡ്, സ്ത്രീകളുടെ വാർഡ് ഉണ്ടായിരുന്നു, എല്ലാ വാർഡും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. നമുക്ക് പുതിയതായിട്ട് ഒന്നും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ പഴയ പോലെ നമുക്ക് തരണം. എന്തുകൊണ്ട് തരുന്നില്ല? ഞങ്ങളതേ ആവശ്യപ്പെടുന്നുള്ളൂ. ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് കിട്ടേണ്ട അവകാശമുള്ള ഞങ്ങൾ അവതാരം സമരം ചെയ്യും, അത് മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ ഐസൊലേഷൻ വാർഡെന്ന് പറയുമ്പോൾ ഈ പുതിയ കോവിഡ് കാലത്തൊക്കെ അത്തരം ചികിത്സാ സൗകര്യങ്ങളൊക്കെ നാട്ടിൽ വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും സർക്കാർ അങ്ങനെ ഒരു പുതിയ സൗകര്യത്തിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള കാര്യം അതൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഇവിടെ ഈ നാട്ടുകാർക്കൊരു കിടത്തി ചികിത്സാ സൗകര്യം അല്ലെങ്കിൽ എല്ലാ നിലവിലുണ്ടായിരുന്ന ഡോക്ടർമാരുടെ സൗകര്യം, അതാണ് യഥാർത്ഥ വികസനം എന്നാണ് നിങ്ങൾ കരുതുന്നത് അല്ലേ? അല്ലാതെ ഈ ഐസൊലേഷൻ വാർഡ് വന്നുകൊണ്ട് മാത്രം അല്ല വികസനം. അതിനപ്പുറത്തേക്ക് പഴയ സൗകര്യങ്ങളെല്ലാമാണ് ഈ നാടിന് ആവശ്യമായിരുന്നത് എന്നുള്ളതാണ് അല്ലേ? കാരണം ഈ നാടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കൂടുതലും സാധാരണപ്പെട്ട കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കോളനികളുള്ളൊരു പ്രദേശമാണ് കുറിച്ചി എന്ന് പറയുന്നത്. ആ കുറിച്ചി തന്നെ എല്ലാം കുറിച്ചിയിലെ വിവിധ പ്രാന്തപ്രദേശങ്ങളിലുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഏക ആശുപത്രിയാണിത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ തന്നെ എൻ്റെ അനുഭവത്തിൽ ഒരു സംഭവം ഉണ്ടായത്, ഞങ്ങൾ രാവിലെ പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എൻ്റെ സുഹൃത്താണ്, പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞ് വീണു. അദ്ദേഹമായിട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. ഇപ്പോൾ അദ്ദേഹമായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിൽക്കുകയാണ്. വാടകയ്ക്ക് കാറും എടുത്ത്, സാധാരണക്കാരനാണ്, കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. നേരത്തെ ഇവിടെയാണെങ്കിൽ ഇതൊക്കെ പരിഹരിച്ചിരുന്നേനെ. ഇവിടെ ആയിരുന്നെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. തീർത്തും എന്ത് കുഴപ്പങ്ങളിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഒരു മെഡിക്കൽ കോളേജിലേക്ക്, ചാനാശ്ശേരിലേക്ക്, കോട്ടയത്തേക്ക് റെഫർ ചെയ്യുള്ളൂ. ഇന്ന് രാവിലെ ഉണ്ടായ അനുഭവമാണ്. ഞങ്ങളൊരു 9 മണിയായപ്പോൾ ഇവിടെ വന്നതാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ അദ്ദേഹമായിട്ട് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോയ്ക്ക് വന്നിട്ട് ഞങ്ങൾ കാറ് വാടകയ്ക്ക് എടുത്ത് ഒരു നിവൃത്തിയില്ലാത്ത ആളാണ് ഇപ്പോൾ പോയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ അനുഭവം. രാത്രി കാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് അസുഖം ഉണ്ടായാൽ ഇവിടുത്തെ ചിങ്ങവനത്തെ ഉള്ള 1-2 പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. മനുഷ്യനെ കൊന്ന് കാശ് മേടിക്കുന്ന ഒരു അവസ്ഥയാണ്. സാധാരണക്കാരായ ഞങ്ങൾ എന്തെടുക്കും? രാത്രി കാലങ്ങളിലൊക്കെ വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞങ്ങൾ പിള്ളേരും ഒക്കെ ആയിട്ട് വളരെ ഒരു വിഷമസ്ഥിതിയിലാണ് കരുതുന്നത്. മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സർക്കാർ സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത്. രാത്രി ഡോക്ടർ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രധാന ആവശ്യമല്ല. കാരണം ഈ രാത്രിയിലുള്ള അത്യാവശ്യങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ സാധാരണ. അതില്ലാത്തതും ഒരു വലിയ വെല്ലുവിളിയാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ. ഈ രാത്രിയിൽ ഡോക്ടർ ഉണ്ടാവുക എന്നുള്ളത് നമ്മളുടെ ഒരു സമരത്തിൻ്റെ ഒരു വലിയ ഡിമാൻഡ് തന്നെയാണ്. ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈയിടെ ഇവിടെ മരുന്നുമില്ല, അതുപോലെ തന്നെ രാത്രി ഡോക്ടർ ഇല്ലാത്ത ഒരു സമയത്ത് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചിലവുകൾ വരികയാണ്. അതിനനുസരിച്ച് ഇവിടെയുള്ള ആളുകൾ എല്ലാവരും കൂലിപ്പണിക്കാരാണ്. അവർക്ക് ഒരു അന്നന്ന ആഹാരം മാത്രമാണ് അവർക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകാനൊന്നും നമുക്ക് യാതൊരുവിധ നിവൃത്തിയില്ല. അങ്ങനെ അതായത് ഒരാൾക്ക് നമ്മളുടെ ഒരു വളരെ അടുത്ത പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ കൺമുന്നിൽ മരിക്കുന്നത് കാണുക എന്നല്ലാതെ വേറൊരു അവസ്ഥയില്ല. ഈ ആശുപത്രി ഇവിടെ ഇല്ലാണ്ടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ കൺമുന്നിൽ മരിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഇവിടെയുള്ള ആളുകൾ. അതുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എന്തു വന്നാലും സമരം വിജയം കണ്ടിട്ട് മാത്രമേ പിന്നോട്ട് പോകത്തുള്ളൂ. ഈ ആളുകളെല്ലാം പറയുന്നത് ചേച്ചി, ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. കാരണം ദൂരെ ഒരു ആശുപത്രി ഉണ്ടായിട്ട് കാര്യമില്ല, തൊട്ടടുത്ത് തന്നെ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതാണല്ലേ നിങ്ങളെ കൊണ്ടെല്ലാം ഇങ്ങനെ ഒരു സമരം? അതെ, 10-32 വർഷം മുമ്പ് നമുക്കിവിടെ എല്ലാ സൗകര്യം, പ്രസവം അടക്കമുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. ആ ആശുപത്രി നമുക്ക് തിരികെ വേണം, അത്രയേ ഉള്ളൂ. ആ ആശുപത്രി, അതായത് 32 വർഷം മുമ്പുണ്ടായിരുന്ന ആ ആശുപത്രി നമുക്ക് തിരികെ വേണം. അത് നമ്മുടെ ആവശ്യമാണ്. കാരണം എന്നാന്ന് വെച്ചാൽ ഇവിടെ സാമ്പത്തികമായിട്ട് വളരെ അധികം പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ഈ കുറിച്ചി പഞ്ചായത്തിൽ താമസിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരു വണ്ടി വിളിച്ച് കോട്ടയത്തോ മെഡിക്കൽ കോളേജിനോ പോകാനുള്ള സാഹചര്യമില്ല. നമുക്ക് ഈ ആശുപത്രി ഇവിടെ ഉണ്ടായേ മതിയാവൂ. അതിന് ഏതറ്റം വരെ സമരം? മരണം വരെ സമരം. ഈ സർക്കാരുകൾ കൃത്യമായി ഇതൊരു ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിരിക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ ഐസൊലേഷൻ വാർഡ് എന്നുള്ള സങ്കല്പത്തിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ അത് തിരിച്ചറിയാതെ പോവുകയായിരുന്നു? യഥാർത്ഥത്തിൽ ഇത് വേണം, ഈ ഐസൊലേഷൻ സംവിധാനമൊക്കെ ഇനിയുള്ള കാലത്ത് ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും, പുതിയ വൈറസുകളൊക്കെ വരുന്നതുകൊണ്ട്. അതാണോ, ആരോ തെറ്റിദ്ധരിപ്പിച്ചാണോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഐസൊലേഷൻ വാർഡ് വരുന്നതിന് നമ്മൾ എതിരല്ല. ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെയുള്ള സംഗതികൾ വികസനത്തിൻ്റെ ഭാഗമായി വരേണ്ടതുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ സർക്കാർ ആശുപത്രികളിലെ IPM നിർത്തലാക്കുന്നതും അതുവഴി ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സർവീസ് കുറച്ചുകൊണ്ട് വരികയും ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യം, അതിൻ്റെ പിന്നിലെ സാമ്പത്തിക താല്പര്യം പ്രൈവറ്റൈസേഷൻ ആകാനാണ് സാധ്യത. വേറൊരു ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചാൽ കാണാൻ പറ്റുന്നത്
പ്രൈവറ്റൈസേഷനാണ് ഇതുവഴി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ നിർബന്ധിതമാവും. നമുക്ക് ഇവിടെ ചികിത്സ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികവും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ അവിടേക്ക് ആളുകളെ തള്ളിവിടുക എന്നതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന താല്പര്യമെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഈ ആശുപത്രി വളർത്താനാണ് സർക്കാർ ഒരു തരത്തിൽ ഉദ്ദേശിച്ചതെന്ന് തോന്നുമ്പോൾ യഥാർത്ഥത്തിൽ വളരുകയല്ല ചെയ്തതെന്ന് ഒറ്റ വാക്കിൽ പറയാം. അതെ, വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൃത്യമായും അതിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഒരു ആശുപത്രി വികസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പോലും മെഡിക്കൽ കോളേജിലേക്കോ മറ്റ് ആശുപത്രികളിലേക്കോ റെഫർ ചെയ്യേണ്ടതില്ലാത്ത വിധം ഇവിടുത്തെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. എല്ലാ പ്രാദേശിക ആശുപത്രികളും കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തുമ്പോഴാണ് അവിടെ ഉള്ള തിരക്ക് കുറയുകയും അവിടെ എത്തുന്ന ഡിസർവിംഗ് ആയ പേഷ്യൻസിന് ചികിത്സ കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നത് അത്തരം സാഹചര്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൻ്റെ ഫലപ്രദമായ പ്രവർത്തനം ഉറപ്പാക്കണമെങ്കിൽ പോലും പ്രാദേശിക ആശുപത്രികൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ പ്രാദേശിക ആശുപത്രികൾ ദുർബലപ്പെടുത്തുകയും മുഴുവൻ ആളുകളും മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുകയും അവിടെ ചെല്ലുന്നവർക്കാർക്കും ചികിത്സ കിട്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംഗതി, കഴിഞ്ഞ 9 മാസമായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇത്രയും സമരങ്ങൾ നടത്തിയിട്ടും, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സമരങ്ങൾ നടത്തിയിട്ടും ഏതാണ്ട് 10,000-ലേറെ ഒപ്പുകൾ നമ്മൾ മന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടി ശേഖരിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി ജനകീയ പ്രവർത്തനങ്ങൾ, പ്രാദേശികമായ ഒരുപാട് സമര പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഇത്രയൊക്കെ നടക്കുമ്പോഴും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണവും ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ത്രിതല പഞ്ചായത്തും അസംബ്ലിയും ഒക്കെ ഉണ്ട്, ഒരിടത്തുനിന്നും അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായി ഞങ്ങളെ സംബന്ധിച്ച് ഇതുവരെ ഞങ്ങൾ നടത്തിയത് എന്നുള്ള എല്ലാ കാലത്തും ഏറ്റവും സമാധാനപരമായ ജനാധിപത്യപരമായ സമരമാണ്. 3 ദിവസത്തെ നിരാഹാര സമരമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. വലിയ ബഹുജന കൺവെൻഷൻ, 100 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ ബഹുജന കൺവെൻഷൻ, ഒരു ദിവസം രാപ്പകൽ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടന്നു. ഈ സമരങ്ങളോടെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇനിയെങ്കിലും കണ്ണു തുറക്കണം എന്നുള്ളതാണ്. ഇനിയെങ്കിലും കണ്ണു തുറക്കണം. ഈ കുറിച്ചിയിൽ ഇതിനു മുമ്പുള്ള അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യരാണ് ഇവിടെയുള്ളത്. അവരുടെ ശബ്ദം ഇവിടെ കേൾക്കാൻ ആളില്ല. അവസാനം ഏതെങ്കിലും ഒരു രക്തസാക്ഷി ഉണ്ടാകുക, അത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചു കഴിയുമ്പോഴാണ് എപ്പോഴും ഭരണാധികാരികളുടെ കണ്ണു തുറക്കാറുള്ളത്. എന്തായാലും അതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അവരെല്ലാം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. കാരണം മെഡിക്കൽ കോളേജുകൾ ശക്തിപ്പെടുത്തപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമല്ല, താഴെ തട്ടിലുള്ള ഇത്തരം ആശുപത്രികൾ, സൗകര്യങ്ങൾ ഉണ്ടായ ആശുപത്രികൾ ദുർബലപ്പെടുത്തുകയല്ല സർക്കാർ ചെയ്യേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇവരെല്ലാം അവരുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് ചൂണ്ടിക്കാട്ടുന്നത്. മന്ത്രിതലത്തിൽ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്, സർക്കാർ തലത്തിൽ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം സമർപ്പിക്കുകയാണ്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നിവിടെ പൂർണ്ണമാകുകയാണ്. നന്ദി.